ഞാൻ ഈ ഡിഫറെൻ്റ് ആർട്സ് സെൻറ്ററിൻ്റെ ചെയർമാൻ ആകുന്നത്. അപ്പോൾ ഞാനിപ്പോൾ പിന്നീട് നോക്കുമ്പോൾ ബോധ്യമാവും നമ്മളെല്ലാം ഓരോ രംഗത്തും പ്രാഗൽഭ്യം കാട്ടിയിട്ടുള്ളവരാണ്. ചിലർ അറിയപ്പെടുന്നു, ചിലർ അറിയപ്പെടാതെ പോകുന്നു. നമ്മളൊക്കെ നമ്മൾ ജീവിതത്തിൻ്റെ മുന്നോട്ടുള്ള വലിയ കൊടുമുടികൾ കീഴടക്കുന്നവരാണ്. ഞാൻ സിവിൽ സർവീസിൻ്റെ കൊടുമുടി കീഴടക്കിയ ആളാണ്. ഇവിടെ ഇരിക്കുന്ന മഹാരഥന്മാർ അതേപോലെ കലാരംഗത്ത് ഓരോ കൊടുമുടികൾ കീഴടക്കിയ ആൾക്കാരാണ്. ഇതെല്ലാം കീഴടക്കി കഴിഞ്ഞിട്ട് നമ്മൾക്ക് ബോധ്യമാവും നമുക്ക് ഇനിയും കീഴടക്കാൻ വേറെ ഒരുപാട് കൊടുമുടികളുണ്ട് എന്ന്. അത് മനുഷ്യരെ സഹായിക്കുന്ന, മനുഷ്യരെ മനുഷ്യരായി കാണുന്ന, സഹജീവികളുടെ കണ്ണീരൊപ്പുന്ന ജീവിതം ഉണ്ടാക്കിയെടുക്കുന്ന വലിയ കൊടുമുടി നമ്മൾ കയറിയേ മതിയാവുകയുള്ളൂ. അങ്ങനെയുള്ള കൊടുമുടികൾ കയറിയുമ്പോൾ അതിൻ്റെ ഔന്നത്യത്തിലെത്തുമ്പോഴാണ് ജീവിതം സഫലമാകുന്നത്. അല്ലാതെ നമ്മുടെ സർവീസിനകത്ത് ചീഫ് സെക്രട്ടറി ആയതുകൊണ്ടോ DGP ആയതുകൊണ്ടോ മറ്റെന്തെങ്കിലും ആയതുകൊണ്ടോ ഒന്നും ഒരു നേട്ടവും ഇല്ല. അതൊക്കെ നമ്മുടെ കരിയറിൽ വന്നിരിക്കുന്ന കാര്യങ്ങളാണ്. പക്ഷെ അതൊന്നുമല്ല ജീവിതത്തിൽ അവസാനം നമ്മൾ നോക്കുന്നത്. എന്താണ് നാം നേടിയെടുത്തത്, എന്താണ് നാം മറ്റുള്ളവർക്ക് വേണ്ടി ചെയ്തു കൊടുത്തിട്ടുള്ളത്, അവരുടെ കണ്ണീരൊപ്പാൻ നാം എന്ത് ശ്രമിച്ചു. നിങ്ങൾ ഓർക്കുന്നുണ്ടാവണം, മഹാകവി രവീന്ദ്രനാഥ ടാഗോറിൻ്റെ ഗീതാഞ്ജലിയിൽ മനോഹരമായ ഒരു കവിതയുണ്ട്. അതിൻ്റെ സാരാംശം മാത്രം ഞാൻ പറയാം. അതിൽ പറയുന്നത് ഇതാണ്. അദ്ദേഹം എഴുതിയ കവിതയാണെങ്കിലും ഇതേ കവിത കബീർ ദാസ് എഴുതിയിട്ടുണ്ടെന്നാണ് പറയുന്നത്. അതിൽ നിന്നും മഹാകവി രവീന്ദ്രനാഥ ടാഗോർ അത് വലുതാക്കി ഒരു വളരെ മനോഹരമായ കവിത ഗീതാഞ്ജലിയിലുണ്ട്. അതിൻ്റെ സാരാംശം ഇങ്ങനെയാണ്: നിങ്ങൾ ദേവാലയത്തിൽ ചെന്ന് പൂക്കൾ അർപ്പിക്കുന്നതിന് മുൻപ് നിങ്ങളുടെ ജീവിതത്തിൽ സൗരഭ്യം പകർത്തുക. നിങ്ങൾ ദേവാലയത്തിൽ ചെന്ന് തല കുനിക്കുന്നതിന് മുൻപ് മറ്റുള്ളവരുടെ മുമ്പിൽ വിനയാന്വിതനായി തല കുനിക്കുക. ദേവാലയത്തിൽ ചെന്ന് മുട്ടുകുത്തുന്നതിന് മുൻപ് ഒന്ന് മുട്ടുകുത്തി ജീവിക്കാൻ പിടയുന്ന മനുഷ്യരെ കൈപിടിച്ച് ഉയർത്തുക. അവിടെ ചെന്ന് കുമ്പിടുന്നതിന് മുൻപ് നമ്മൾ ജീവിതത്തിൽ കഷ്ടപ്പെടുന്നവരെ സഹായിക്കുക. അവിടെ ചെന്ന് എൻ്റെ പാപങ്ങൾ പുറത്തു തരണമേ എന്ന് പ്രാർത്ഥിക്കുന്നതിന് മുൻപ് നമ്മളോട് അകൃത്യം കാണിച്ചവരോട് നമ്മൾ ക്ഷമിക്കുക. ഇങ്ങനെയൊക്കെയാണ് നമ്മൾ ജീവിതം ധന്യമാക്കേണ്ടത് എന്ന് മഹാകവി പറയുന്നുണ്ട്. ഈ രീതിയിലുള്ള പ്രവർത്തനങ്ങളാണ് നമ്മുടെ മാധ്യമങ്ങളിലൂടെയൊക്കെ വായിച്ചും കേട്ടും കണ്ടും ഒക്കെ അറിഞ്ഞിട്ടുണ്ട്. പക്ഷേ എന്താണ് നമുക്ക് അവർക്കൊക്കെ ചെയ്യാൻ കഴിഞ്ഞിട്ടുള്ളത്? നമ്മൾ ഓരോരുത്തരും സഹതപിക്കുന്നു, ദുഃഖിക്കുന്നു. പക്ഷേ നമ്മൾ സാമ്പത്തികമായി ചില സഹായങ്ങൾ ചെയ്തിട്ടുണ്ടാവണം. ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് വലിയ കാര്യമാണ്, ചെയ്യാൻ സാധിക്കും. അങ്ങനെ ചെയ്യേണ്ടത് ഗവൺമെൻറ്റിന് വേണ്ടി നമ്മൾ വിട്ടുകൊടുക്കേണ്ട കാര്യമല്ല. അത് നമ്മൾ ഓരോരുത്തരും സ്വയം തീരുമാനിച്ച് ചെയ്യേണ്ടുന്നതാണ്. അങ്ങനെ ഒരു പരിപാടിയാണ്, ഒരു വലിയ പദ്ധതിയാണ്, ഇന്ത്യ കണ്ട ഏറ്റവും വലിയൊരു പദ്ധതിയാണ് ഇവിടെ ആരംഭിക്കാൻ പോകുന്നത്. ആ പദ്ധതിയിൽ ഭാഗഭാക്കുകളാണ് ആതിഥേയരും ഇല്ലാത്ത ഈ സമ്മേളനത്തിൽ പങ്കെടുക്കുന്ന നമ്മൾ ഓരോരുത്തരും ചെയ്യുന്നതെന്ന് ഞാൻ നിങ്ങളെ സ്നേഹപൂർവ്വം ഓർമ്മിപ്പിക്കുന്നു. അതാണ് ഗോപി പറഞ്ഞത്. നമ്മളെ പ്രിയപ്പെട്ടവരെ, അത്യന്തം മനോഹരമായ ഒരു ഭൂമിയിലാണ് ഇങ്ങോട്ട് കയറി വന്നത്. അതിൻ്റെ ഇരിപ്പിടമാകാൻ പോകുന്ന സ്ഥലം എന്നുള്ളത് കൃത്യമായി എൻ്റെ പ്രവൃത്തി നിങ്ങൾക്കറിയാവുന്നതുപോലെ മനുഷ്യരും പ്രകൃതിയും ഒക്കെ ചേർന്നിട്ടുള്ള നമ്മുടെ ജീവിതത്തെ പറ്റിയാണ് തീർച്ചയായും എൻ്റെ തൊഴിൽ. അപ്പോൾ അതുകൊണ്ട് സ്വാഭാവികമായിട്ട് ഇവിടെ വന്നപ്പോൾ ശരിക്കും ഒരു വലിയ ഭാവി ഈ പ്രദേശത്തിന് എനിക്ക് മുമ്പിൽ കാണാനിടയായി. അതെനിക്ക് പ്രത്യേകിച്ച് അതിൽ അതിശയപ്പെടേണ്ട കാര്യമില്ല. കാരണം നമ്മുടെ പ്രിയപ്പെട്ട ശ്രീ ഗോപിനാഥ് മുതുകാട് അദ്ദേഹം ഒരുപാട് മാജിക്കുകൾ സ്റ്റേജിൽ മാത്രമല്ല ജീവിതത്തിൽ ആവിഷ്കരിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളാണ്. ഈ വലിയ മാജിക്കും അദ്ദേഹം യാഥാർത്ഥ്യമാക്കാൻ പോവുകയാണ് ഈ പ്രദേശത്ത്. ഒരു വലിയ മാജിക് ഇതിനെ ഈ സന്ദർഭത്തിൽ, ഈ വേളയിൽ ഇവിടെ നിങ്ങളുടെ ഒപ്പം ഉണ്ടാകാൻ കഴിഞ്ഞത് എൻ്റെ ഒരു വലിയ ഭാഗ്യമായിട്ട് ഞാൻ കരുതുന്നു. പലർക്കും സ്വപ്നങ്ങളെ പറ്റി പറയും, പക്ഷെ അദ്ദേഹം നിരന്തരമായി സ്വപ്നങ്ങളെ യാഥാർത്ഥ്യമാക്കിക്കൊണ്ടിരിക്കുന്ന ആളാണ്. അദ്ദേഹം കണ്ട ഏറ്റവും വലിയ സ്വപ്നമാണിത്. ശാരീരികമായിട്ട് മാനസികമായിട്ട് അവശതകളുള്ള
കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ട്, അതായത് നമ്മുടെ സമൂഹത്തിലെ ഒരു പക്ഷേ നാളത് വരെ വേണ്ടത്ര ശ്രദ്ധിക്കപ്പെടാതെ പോയിട്ടുള്ള നമ്മുടെ ഒരു ജനവിഭാഗത്തിനെ മറ്റുള്ളവരോടൊപ്പം ഉയർത്താനും അവർക്കുള്ള ചെറിയ ഈ ഡിഫറൻ്റ്ലി ആർട്സ് എന്ന അദ്ദേഹം പേരിട്ടിരിക്കുന്ന സെൻറ്ററുണ്ട്. അതായത് മറ്റു രീതിയിൽ കഴിവുകളുള്ള ആളുകൾ എന്നാണ് പറഞ്ഞിരുന്നത്. അപ്പോൾ അദ്ദേഹം അത് തെളിയിക്കുകയും ചെയ്തു. അവരെയൊക്കെ കുഞ്ഞുങ്ങളെയൊക്കെ സ്റ്റേജിൽ മാജിക് പഠിപ്പിച്ച് അത് അവതരിപ്പിക്കാനും അതിന് പ്രതിഫലം കൊടുക്കാനും ഒക്കെ തുടങ്ങി. അവരുടെ അമ്മമാരും പ്രധാനമായിട്ട് ഈ പിതാക്കന്മാരൊന്നും അവർ കാണുകയല്ല. കുഞ്ഞുങ്ങൾക്ക് ഇങ്ങനെ അസുഖമൊക്കെ ആണെന്ന് കാണുമ്പോൾ വീട് തന്നെ വിട്ട് ഭാര്യയും വിട്ട് പോകുന്ന ആണുങ്ങളാണ്. അപ്പോൾ ആണുങ്ങളല്ല, ഈ സ്ത്രീകളാണ് കുഞ്ഞുങ്ങളൊരു എങ്ങനെ അവരെ പോറ്റണമെന്ന് അവർക്ക് അറിഞ്ഞുകൂടാ. അവർ തന്നെ ദരിദ്രരാണ്. അങ്ങനെ ഇരിക്കുന്ന അമ്മമാർക്ക് അവിടെ തൊഴിൽ, ഈ കുഞ്ഞുങ്ങളെ കൊണ്ട് വരുന്ന അമ്മമാർക്ക് തൊഴിൽ കൊടുക്കുന്നു. ജീവിതത്തിലെ ഓരോ തൊഴിൽ ചെയ്തവർക്ക് അതിന് ആദായ മാർഗം ഉണ്ടാക്കുന്നു. ഇതൊക്കെ ചെയ്ത് ഒരു ഗവൺമെൻറ് വിചാരിച്ചാലും, ഒരു സ്റ്റേറ്റ് ഗവൺമെൻറ്റോ ഒരു കേന്ദ്ര ഗവൺമെൻറ്റോ വിചാരിച്ചാലും സാധിക്കാത്ത സ്വപ്നങ്ങളാണ് യാഥാർത്ഥ്യമാക്കിക്കൊണ്ടിരിക്കുന്നത്. അത് അങ്ങനെ ചെയ്ത് കാണിച്ച ഒരാളാണ് ഈ നാട്ടിൽ വന്നിട്ട്. ഈ നാട്ടിനെ പറ്റി എനിക്ക് വളരെ കുറച്ചേ അറിയാവൂ. പക്ഷെ ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് വളരെ നല്ല മനുഷ്യർ നിറച്ചുള്ള ഒരു നാടാണിത്. അപ്പോൾ നിങ്ങളുടെ നാടിത് അർഹിക്കുന്നു. ഇത്രയും വലിയൊരു പ്രസ്ഥാനം ഇവിടെ നാമ്പിടുന്നത് അർഹിക്കുന്നവരാണ്. നാടിൻ്റെ ഭംഗി പോലെ നിങ്ങളുടെ മനസ്സിന് ഭംഗികളുണ്ട് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ഒരിക്കലും ഞാൻ പൊങ്ങച്ചം പറയുകയാണെന്ന് ദയവായി തെറ്റിദ്ധരിക്കരുത്. നേരത്തെ ഇതിനു മുമ്പിൽ ഇവിടെ ഉണ്ടായിരുന്ന ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ എന്ന വ്യക്തി, അദ്ദേഹം വലിയൊരു സ്കോളറായിരുന്നു, വലിയൊരു മനുഷ്യനായിരുന്നു. അദ്ദേഹത്തിന് എന്നോട് എന്തുകൊണ്ടോ വലിയ അടുപ്പമായിരുന്നു. അപ്പോൾ ഞങ്ങളൊരു സ്വകാര്യ സംഭാഷണത്തിൽ അദ്ദേഹം എന്നോടൊക്കെ പറഞ്ഞു, അദ്ദേഹത്തിന് നല്ല പ്രായമുണ്ട്, 70-80 കഴിഞ്ഞ ആൾ. അദ്ദേഹം പറഞ്ഞു, കേരളത്തിലെ പോലെ ഇത്രയും നന്മയുള്ള മനുഷ്യരെ ഞാനും വേറെ എങ്ങും കണ്ടിട്ടില്ല. അതെന്താണെന്ന് പറയാം. ഒരു കുഞ്ഞിന് അസുഖം വന്നപ്പോൾ 12 കോടിയോ മറ്റോ വില കൊടുത്താൽ മാത്രം കിട്ടുന്ന ഒരു മരുന്ന് വാങ്ങണമായിരുന്നു. പാവങ്ങളാണ്. 3 ദിവസം കൊണ്ട് ഈ മരുന്നിനുള്ള പണം ഉണ്ടാക്കി കേരളത്തിൽ ആളുകൾ സംഭാവന ചെയ്തു. അത് ഉത്തേജിച്ചുകൊണ്ടാണ് അദ്ദേഹം പറഞ്ഞത്, ഇത്രയും നന്മയുള്ള മനുഷ്യർ കേരളത്തിൽ മാത്രമേ ഞാൻ കണ്ടിട്ടുള്ളൂ എന്ന്. എനിക്കങ്ങ് അഭിമാനവും സന്തോഷമൊക്കെ നിറഞ്ഞു ഇത് കേട്ട്. സത്യമാണ്, നമ്മളെ എല്ലാ മനുഷ്യർക്കും ഉള്ളവരുള്ള കുറ്റങ്ങളും കുറവുകളൊക്കെ നമുക്കുണ്ട്. ചിലപ്പോൾ വേറെ ആൾ നല്ല കാര്യങ്ങൾ ചെയ്താൽ പോലും നമ്മളതിലൊരു കുറ്റം കാണാൻ നോക്കും. ഒക്കെ ശരിയാണ്. എങ്കിൽ പോലും അടിസ്ഥാനപരമായിട്ട് നമുക്ക് നമ്മുടെ സ്വന്തമായിട്ടുള്ളത് ഈ നന്മയാണ്. അതിൻ്റെ കാരണം നമുക്ക് ലോകത്തെ പറ്റി അറിയാം, ജീവിതത്തെ പറ്റി അറിയാം. നമ്മൾ വായിക്കുന്നവരാണ്. മനോരമ പത്രമായാലും മാതൃഭൂമി പത്രം